ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2019 ഇയറിലുള്ള സിലബസിൻ്റെ മോഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇൻ ദ സെൻസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എനിക്ക് തോന്നിയത് ഞാൻ ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ പ്രീവിയസ് സിലബസിനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയും അതുപോലെ ടോപ്പിക്സും ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ 1 എടുത്താൽ ബേസിക് ഓപ്പറേഷണൽ കോൺസെപ്റ്റ്സ് അതെന്താണെങ്കിലും നിങ്ങൾ നോക്കുക. ബേസിക് ഓപ്പറേഷണൽ കോൺസെപ്റ്റ്സ് അതിൽ വരുന്നത് പ്രോസസ്സറും മെമ്മറി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. പ്രോസസ്സറിനകത്തുള്ള രജിസ്റ്റേഴ്സ് MAR, MDR, പ്രോഗ്രാം കൗണ്ടർ, IR. അപ്പോൾ ഈ ഓരോ രജിസ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ, അതുപോലെ എങ്ങനെയാണ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് മെമ്മറിയിൽ ഇത് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുക, ആ ഡയഗ്രാം ഉൾപ്പെടെ. ഓക്കെ, അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. അതിൽ ബേസിക് ഓപ്പറേഷണൽ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കമ്പൾസറി നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അഡ്രസ്സിംഗ് മോഡ്സ്. അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എഴുതുമ്പോൾ ആ ഇൻസ്ട്രക്ഷന് കുറേ ഓപ്പറൻസ് ഉണ്ടാവും അല്ലേ. ആ ഓപ്പറൻസിന് പല രീതിയിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. സോ ദ ഡിഫറെൻറ്റ് വേയ്സ് ഇൻ വിച്ച് ദ ഓപ്പറൻസ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് സ്പെസിഫൈഡ് ഈസ് കോൾഡ് ആൻ അഡ്രസ്സിംഗ് മോഡ്. പല രീതിയിലുള്ള അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, അതുപോലെ ഓട്ടോ ഇൻക്രിമെൻറ്റ്, ഓട്ടോ ഡിക്രിമെൻറ്റ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഈ അഡ്രസ്സിംഗ് മോഡ്സൊക്കെ എന്താണെന്നുള്ളത് പഠിക്കുക. ഇത് ഒരു 19 to 95% അതൊരു എസ്എ ക്വസ്റ്റ്യനായിട്ടും അല്ലെങ്കിൽ ഒരു 5 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് എസ്സേയുടെ തന്നെ സ്പ്ലിറ്റപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ എസ്സേ ആയിട്ടോ. പിന്നെ നിങ്ങൾ കമ്പൽസറി പഠിക്കേണ്ട ഒരു പോർഷൻ എന്ന് വെച്ചാൽ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ഓഫ് എ ഡേറ്റാ പാത്ത് ഇൻസൈഡ് ദ പ്രോസസ്സർ. അതായത് എക്സിക്യൂഷൻ ഓഫ് എ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ടോപ്പിക്കിനകത്ത് എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതായത് പ്രോസസ്സറിനകത്തുള്ള രജിസ്റ്റേഴ്സും ALUം കൺട്രോൾ യൂണിറ്റും ഒക്കെ തമ്മിൽ ഒരു സിംഗിൾ ബസ് വഴി എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നതെന്നുള്ളത്. ആ ഡയഗ്രാം കമ്പൽസറി നിങ്ങൾ നോക്കുക. ആ ഡയഗ്രാം അണ്ടർസ്റ്റാൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ സീക്വൻസ് എഴുതാൻ സാധിക്കും. അപ്പോൾ എക്സിക്യൂഷൻ ഓഫ് എ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 വീഡിയോസായിട്ട് പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ സീക്വൻസ് എഴുതുന്നതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ കൺട്രോൾ സീക്വൻസ് എഴുതുമ്പോൾ ഒരു എക്സാമ്പിൾ തന്നത് വീഡിയോയിൽ ഞാനൊരു എക്സാമ്പിൾ ചെയ്തേക്കുന്നത് ആഡ് ബ്രാക്കറ്റിൽ R3 പിന്നെ R1 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻ കൺട്രോൾ സീക്വൻസ് എഴുതുമ്പോൾ നിങ്ങൾ എന്നും ആലോചിക്കുക, ഫസ്റ്റിലുള്ള ഇതുണ്ടല്ലോ, അതായത് ഫസ്റ്റ് 3 കൺട്രോൾ സീക്വൻസ് സിംഗിൾ ബസ് ഓർഗനൈസേഷനകത്ത് എഴുതുന്ന കൺട്രോൾ സീക്വൻസ് ആണ് ഞാൻ പറയുന്നത്. അതിൽ ഫസ്റ്റ് 3 സ്റ്റെപ്സ് എല്ലാ ഇൻസ്ട്രക്ഷനും കോമൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ സ്റ്റെപ്സ്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. സോ ദാറ്റ് വിൽ ബി കോമൺ. ഓക്കെ, ബാക്കിയുള്ളത് ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് മാറും. പിന്നെ നിങ്ങൾ മൾട്ടിപ്പിക്കേഷൻ അല്ലെങ്കിൽ ഡിവ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ തന്നാലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ എഴുതിയ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് എന്ന് എഴുതുന്നിടത്ത് സബ്ബെന്നോ മള്ളെന്നൊക്കെ വരും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ അതിന് വേണ്ടിയിട്ട് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നതും മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നതൊക്കെ സെയിം തന്നെ. പിന്നെ 4 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ലിറ്റിൽ എൻഡിയൻ ആൻഡ് ബിഗ് എൻഡിയൻ സ്കീംസ്. അതായത് എങ്ങനെയാണ് ഒരു വേർഡ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ലോവർ ബൈറ്റ് അഡ്രസ്സസ് ആർ യൂസ്ഡ് ഫോർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ് ആണോ, അതോ ലോവർ ബൈറ്റ് അഡ്രസ്സ് ആർ യൂസ്ഡ് ഫോർ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ് ആണോ, അതിനെ ബേസ് ചെയ്തിട്ട് 2 അഡ്രസ്സിംഗ് സ്കീംസ് ഉണ്ട്. അത് നോക്കിക്കോളാം. പിന്നെ ഇൻസ്ട്രക്ഷൻ ടൈപ്സ് ആണ് പിന്നെ വരാൻ പറ്റുന്ന ഒരു 4 മാർക്സ് ക്വസ്റ്റ്യൻ. അതായത് സിംഗിൾ അല്ലെങ്കിൽ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ, 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ, 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ, 0 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. അതിൽ 3 അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 3 ഓപ്പറൻറ്റ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ആഡ് A, B, C എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉള്ള കണ്ടൻസ് ആഡ് ചെയ്തിട്ട് സിയിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുക. ഇനി ആഡ് AB എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ 2 ഓപ്പറൻറ്റേ ഉള്ളൂ. അപ്പോൾ അത് 2 അഡ്രസ്സായി. ആഡ് A, B എന്ന് പറഞ്ഞാൽ എയിലുള്ള കണ്ടൻറ്റും ബിയിലുള്ള കണ്ടൻറ്റൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് ബിയിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. സോ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓപ്പറൻസ് യു ക്യാൻ സ്പെസിഫൈ വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മോഡ്യൂൾ 1 നോക്കുക.
ദെൻ റിഗാർഡിങ് മോഡ്യൂൾ 2 ഒന്നാമത്തെ നിങ്ങൾ നോക്കേണ്ടത് അരിത്തമെറ്റിക് ലോജിക് ആൻഡ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻസ്. അതായത് ഷിഫ്റ്റിൽ വരുമ്പോൾ അതിൽ ഷിഫ്റ്റ് ലെഫ്റ്റും ഉണ്ട്, ഷിഫ്റ്റ് റൈറ്റും ഉണ്ട്. ആ ഓപ്പറേഷൻ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് കാണിക്കണം. പിന്നെ ലോജിക് ഓപ്പറേഷൻസ് ആൻഡ്, ഓർ, നോട്ട്, എക്സോർ ഇതൊക്കെ ഇല്ലേ. അതുപോലെ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ്, സബ്, ഇതൊക്കെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അപ്പോൾ അങ്ങനെ ജനറലി എന്തൊക്കെ മൈക്രോ ഓപ്പറേഷൻസ് ഈ ഓരോ കാറ്റഗറിയിലും വരുന്നത് വളരെ സിമ്പിളാണ്. അത് നോക്കിക്കോളാം. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഈ പേരിൽ തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ ALU ഡിസൈൻ. ALU ഡിസൈൻ നമ്മൾ ബുക്കിൽ പഠിച്ചിരിക്കുന്നത് നിങ്ങളെയും ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുക മിക്കവാറും ഒരു 4-bit ALU ഡിസൈൻ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിനകത്ത് കുറച്ച് നമ്പർ ഓഫ് റെസ്ട്രിക്റ്റഡ് ഓപ്പറേഷൻസ് വെച്ചിട്ടുള്ള ഒരു ALU ഡിസൈൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാക്റ്റ്ലി ഒരു 4-bit ALU ഡിസൈൻ അല്ല ചോദിച്ചെങ്കിലും നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഈ ഡിസൈൻ തന്നെ നിങ്ങൾ യൂസ് ചെയ്തോളുക. കാരണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതും ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ്. സോ ALU ഡിസൈൻ മറക്കാതെ നോക്കുക. പിന്നെ ഷിഫ്റ്റർ ഡിസൈൻ, ഒരു 4-bit ഷിഫ്റ്ററിൻ്റെ ഡിസൈനാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലും റെഫർ ചെയ്യുന്നത് ഒരു 4-bit ഷിഫ്റ്ററാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളോട് 3-bit ഷിഫ്റ്ററാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ആ 4 ബ്ലോക്കിന് പകരം നിങ്ങൾ 3 ബ്ലോക്ക് യൂസ് ചെയ്താൽ മതി. 5-bit ഷിഫ്റ്ററാണെങ്കിൽ 5 ബ്ലോക്ക്സ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ ബാക്കി വരുന്ന കണക്ഷൻസ് ഒക്കെ കോമൺ ആണ് കേട്ടോ. ദെൻ സ്റ്റാറ്റസ് രജിസ്റ്ററാണ് അടുത്തത്. സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ കോഡ്സ് ഇല്ലേ, അതായത് നമ്മുടെ എന്താ പറയുക, കണ്ടീഷൻ കോഡ്സ് എന്ന് പറയുമ്പോൾ ഒരു റിസൾട്ട് ALUവിനൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റിസൾട്ടിനെ കുറേ ബിറ്റിൻ്റെ ബേസിസിൽ നമുക്ക് അതിൻ്റെ കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. അതായത് ഒരു C ബിറ്റ് എന്ന് വെച്ചാൽ ക്യാരി ഉണ്ടെങ്കിൽ C ബിറ്റ് 1 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അതുപോലെ Z ബിറ്റ്, ആൻസർ 0 ആണെങ്കിൽ 1 ആയിട്ട് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ 0. അതുപോലെ ഓവർഫ്ലോ ബിറ്റ്, ഓവർഫ്ലോ Z ബിറ്റാണത്. ഓവർഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1 ആയിട്ട് സെറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ 0 ആയിട്ട് സെറ്റ് ചെയ്യും. അതുപോലെ സൈൻ ബിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ബിറ്റ്, സൈൻ ബിറ്റ് 1 ആണെങ്കിൽ അത് നെഗറ്റീവ്, 0 ആണെങ്കിൽ പോസിറ്റീവ്. സോ ഈ 4 ബിറ്റിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് സ്റ്റാറ്റസ് രജിസ്റ്റർ. അതിൻ്റെ ഡയഗ്രാം ഉൾപ്പെടെ നോക്കിക്കോളാം. ദെൻ മോഡ്യൂൾ 3യിൽ കമ്പൾസറി പഠിക്കേണ്ടത് ബൂത്ത് അൽഗോരിതം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ബൂത്ത് അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ട് കമ്പൾസറി പഠിക്കണം, ബൂത്ത് റെക്കോർഡിംഗ് എന്താണെന്ന് പഠിക്കണം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ബൂത്ത് അൽഗോരിതം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കണം. അതുപോലെ അറേ മൾട്ടിപ്ലെയർ, 2x2 അറേ മൾട്ടിപ്ലെയർ എന്താണെങ്കിലും നോക്കി വെക്കുക. അതുപോലെ തന്നെ അത് വെച്ചിട്ട് 2x2 അറേ മൾട്ടിപ്ലെയറിൻ്റെ കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ മൾട്ടിപ്ലെയർ കോമ്പിനേഷൻ വന്നാലും ചെയ്യാൻ പറ്റും. പിന്നെ റീസ്റ്റോറിംഗ് ഡിവിഷൻ്റെ വിത്ത് എക്സാമ്പിൾ നോക്കുക. അപ്പോൾ ഇത്രയും കമ്പൾസറി നോക്കണം, ആ 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൈപ്പ് ലൈനിങ്ങിൻ്റെ പോർഷനിൽ നിന്ന് പൈപ്പ് ലൈനിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് മാത്രം നോക്കി വെക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയില്ലെങ്കിലും. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇത് തന്നെ ഓപ്ഷൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മോഡ്യൂൾ 4ൽ ഹാർഡ്വെയർഡ് കൺട്രോൾ ആൻഡ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ നോക്കുക. അതായത് കൺട്രോൾ യൂണിറ്റ് ഡിസൈൻ വേണ്ടിയിട്ടുള്ള 2 കൺട്രോൾ ഡിസൈൻസാണ് ഹാർഡ്വെയർഡ് കൺട്രോളും മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളും. ഹാർഡ്വെയർഡ് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയറിനെ ബേസ് ചെയ്തിട്ടുള്ള കൺട്രോളാണ്. അതായത് ഒരു ഹാർഡ്വെയർഡ് യൂണിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റിനെ ബേസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം, അതായത് മൈക്രോ പ്രോഗ്രാം എന്ന് പറയും. അത് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം പോലെ 0s and 1s കോമ്പിനേഷനാണ്. അത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആ മൈക്രോ പ്രോഗ്രാം വെച്ചിട്ടായിരിക്കും കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 കോൺസെപ്റ്റ്സ് എന്താണെന്നുള്ളത് പഠിക്കുക. ദെൻ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ നോക്കിക്കോളാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണ്ടല്ലോ. പിന്നെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ, ഇത് കമ്പൾസറി നോക്കിക്കൊണ്ട് പോവുക. ഇതൊന്നുകിൽ 4 മാർക്സിന് ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എസ്സേയുടെ പാർട്ടായിട്ട് ചോദിക്കാം. മാത്രമല്ല മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന പാർട്ടാണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് കേട്ടോ. ഓക്കെ.
പിന്നെ ലാസ്റ്റ് മോഡ്യൂളിൽ ക്യാഷ് മെമ്മറി വിത്ത് മാപ്പിംഗ് ഫംഗ്ഷൻ എന്താണെങ്കിലും നോക്കിക്കൊണ്ട് പോവുക. അതിനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണെങ്കിലും കിട്ടാതെ വരില്ല. ക്യാഷ് മെമ്മറി ആൻഡ് മാപ്പിംഗ് ഫംഗ്ഷൻസ് നോക്കുക. അതായത് ക്യാഷ് മെമ്മറി എന്താണ്, 3 ടൈപ്പ് മാപ്പിംഗ് ഫംഗ്ഷൻസ്: ഡയറക്റ്റ് മാപ്പിംഗ്, അസോസിയേറ്റീവ് മാപ്പിംഗ്, സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. അപ്പോൾ ആ ബ്ലോക്ക് ഡയഗ്രാം ഉൾപ്പെടെ നോക്കിക്കോളുക. അതുപോലെ തന്നെ ക്യാഷ് മെമ്മറിയിൽ വരുന്ന ക്യാഷ് മെമ്മറിയുടെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് വേണം. ക്യാഷ് ഹിറ്റ് എന്താണ്, ക്യാഷ് മിസ് എന്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാഷ് മെമ്മറീസ് ആക്ച്വലി ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. അതിൽ സ്പേഷ്യൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസും ഉണ്ട്, ടെമ്പോറൽ ലൊക്കാലിറ്റി റെഫറൻസും ഉണ്ട്. അത് രണ്ടും നോക്കിക്കോണം. പിന്നെ എസ് റാമും ഡി റാമും. സ്റ്റാറ്റിക് റാമിൻ്റെ ഡൈനാമിക് റാമിൻ്റെ ബേസിക് സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. സ്റ്റാറ്റിക് റാമിൻ്റെ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ആ ചെറിയ ഫിഗർ, അതായത് 2 ട്രാൻസിസ്റ്റേഴ്സ് ക്രോസ് കണക്റ്റഡ് ടു ഫോം എ ലാച്ച്, ആ ഫിഗറും. പിന്നെ ഡൈനാമിക് റാമിന് കപ്പാസിറ്റർ വെച്ചിട്ട്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും മിക്കവാറും ചോദിക്കുക. അപ്പോൾ എസ് റാമിൽ ഒരു മെമ്മറി സെല്ലിന് 2 ട്രാൻസിസ്റ്റർ വേണമായിരുന്നു. അത് കപ്പാസിറ്റർ വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഡി റാമിൽ കപ്പാസിറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തപ്പോൾ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ആ ഫിഗർ ഉൾപ്പെടെ പഠിക്കുക. പിന്നെ ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അപ്പോൾ DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്താണ്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നോക്കുക. സോ ഡയറക്റ്റ് മെമ്മറി ആക്സസിനകത്ത് സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കുക. പിന്നെ കണ്ടൻറ്റ് അഡ്രസ്ബിൾ മെമ്മറി ഒരു 4 മാർക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. കണ്ടൻറ്റ് അഡ്രസ്ബിൾ മെമ്മറി, അതായത് നമ്മൾ സാധാരണ അഡ്രസ് ലൊക്കേഷൻ വെച്ചിട്ടുള്ള മെമ്മറീനെ സ്പെസിഫൈ ചെയ്യുക. അതിന് പകരം കണ്ടൻറ്റ് വെച്ചിട്ട് മെമ്മറി അഡ്രസ്സ് ചെയ്യുന്ന സ്കീമാണ് കണ്ടൻറ്റ് അഡ്രസ്ബിൾ മെമ്മറി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇത്രയും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എന്തെന്നാ പറയുക, ഇത്രയും ടോപ്പിക്കിൽ നിന്ന് അത്യാവശ്യം സ്കോർ ചെയ്യാനുള്ള മാർക്ക് എന്താണെങ്കിലും കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ എന്താണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ നോക്കിയിട്ട് പോവാം. ഓക്കെ, താങ്ക് യു.